ഓക്കെ, സോ ഈ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൈൻഡ് സർഫസുകളിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ പ്രഷർ ആൻഡ് സെൻറ്റർ ഓഫ് പ്രഷർ അതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഇൻക്ലൈൻഡ് സർഫസ് മീൻസ് the surface which makes an angle some theta with the free surface. ഫ്രീ സർഫസുമായിട്ട് വെർട്ടിക്കൽ അല്ല, ഇൻക്ലൈൻഡ് ആണ്. ഇറ്റ് വിൽ മേക്ക് ആൻ ആംഗിൾ. ഓക്കെ, അപ്പം അങ്ങനെയുള്ള സർഫസ്, ആർബിട്രറി ആയിട്ടുള്ള ഒരു സർഫസിൻ്റെ അതിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ ഫോഴ്സും ടോട്ടൽ പ്രഷർ ഫോഴ്സും അതുപോലെ തന്നെ അത് ആ ഒരു പ്രഷർ ഫോഴ്സ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന പോയിന്റ്, അതായത് സെൻറ്റർ ഓഫ് പ്രഷർ, അതിൻ്റെ ലൊക്കേഷനും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പോവുകയാണ്. So for this, consider a plane surface of arbitrary shape immersed in a liquid in such a way that the plane of the surface makes an angle theta with the free surface as shown in figure. അപ്പോൾ നമ്മൾ ഈ ഒരു ലൈൻ കണ്ടോ, ഈ ഒരു ലൈൻ, this line is the free surface അല്ലെങ്കിൽ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ആ ഒരു സർഫസ് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ദി ഫ്രീ ലിക്വിഡ് സർഫസ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള സർഫസ്. ഇതിൻ്റെ സൈഡ് വ്യൂ മാത്രമേ നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ, സൈഡ് വ്യൂ. അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ ആയിട്ടുള്ള സർഫസ് നമുക്ക് കാണണമെങ്കിൽ നമ്മൾ ഈ ഒരു ഡയറക്ഷനിൽ നമ്മൾ നോക്കണം. ഈ ഒരു ഡയറക്ഷനിൽ, ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന അതേ ഡയറക്ഷനിൽ നമ്മൾ മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന വ്യൂ ആണിത്. സോ ഈ വ്യൂ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സോ ഈ ഒരു പ്ലെയിൻ ഞാൻ പ്രൊജക്റ്റ് ചെയ്യുന്നു. ഈ ഒരു പ്ലെയിൻ ഞാൻ പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ മീറ്റ് ദ ഫ്രീ സർഫസ് അറ്റ് എ പോയിന്റ് O. ഓക്കെ, സോ നമുക്കിവിടെ കാണാൻ പറ്റിയത് ക്ലിയർലി ഇൻക്ലൈൻ സർഫസ് ആണ്. കാരണം എന്താണ്? ഇൻക്ലൈൻ സർഫസ് മേക്സ് ആൻ ആംഗിൾ തീറ്റ. ആംഗിൾ കണ്ടോ, തീറ്റ വിത്ത് ദി ഫ്രീ സർഫസ്. സോ ദാറ്റ് കൈൻഡ് ഓഫ് സർഫസ് ആർ കാൾഡ് ഇൻക്ലൈൻഡ് സർഫസ്. അപ്പോൾ ഈ ഇൻക്ലൈൻഡ് സർഫസിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ പ്രഷർ ഫോഴ്സും അത് എവിടെയാണ് ആക്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ, അതായത് H സ്റ്റാറും ഒക്കെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ഫോർ ദാറ്റ് ഫസ്റ്റ് വി വിൽ എക്സ്റ്റെൻഡ് ദിസ് സർഫസ് ടു ദി ഫ്രീ സർഫസ് ആൻഡ് വി വിൽ ഗെറ്റ് എ പോയിന്റ് O. ഫ്രം O വി വിൽ ഡ്രോ എ പെർപെൻഡിക്കുലർ ആക്സിസ് OO. ഒരു ആക്സ് നമ്മൾ വരയ്ക്കും. ഈ O എന്ന പോയിന്റിൽ നിന്ന് ഒരു ആക്സിസ് നമ്മൾ വരയ്ക്കും, ഒരു പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസ്. നമ്മുടെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ആക്സിസ് നമ്മൾ വരയ്ക്കും. ആക്സിന്റെ പേരാണ് OO. സോ ലെറ്റ് ക്യാപിറ്റൽ A ബി ദി ഏരിയ ഓഫ് ദി ഇൻക്ലൈൻഡ് സർഫസ്. അപ്പോൾ ഇൻക്ലൈൻഡ് സർഫസിന്റെ ഏരിയയാണ് ക്യാപിറ്റൽ A. Then H bar is the depth of center of gravity of inclined area from free surface. So ഇതാണ് നമ്മുടെ ഇൻക്ലൈൻഡ് ഏരിയയുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഏതാണ്ട് ഇവിടെയാണ്. ഓക്കെ, ഇതാണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. അത് ആക്ച്വലി ഏതാണ്ട് ഇവിടെ വരും. സോ ദാറ്റ് ഈസ് H bar ഡിസ്റ്റൻറ്റ് ഫ്രം ദി ഫ്രീ സർഫസ് ഓഫ് ദി ലിക്വിഡ്. ഫ്രീ സർഫസ് നിന്ന് H bar ഡിസ്റ്റൻസിലാണ് നമ്മുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. Then H star is the distance of center of pressure from the free surface of the liquid. So നമ്മൾ H star ഇവിടെയാണ്, അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് പ്രഷർ ഈ ഒരു പോയിന്റിലാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നു. So that distance we call as H star. Then theta is the angle made by the plane of the surface with the free liquid surface. So ഇതാണ് നമ്മുടെ പ്ലെയിൻ ഓഫ് ദി സർഫസ്. നമ്മൾ സൈഡ് മാത്രമേ കാണുന്നുള്ളൂ, സൈഡ് വ്യൂ. ഫ്രണ്ട് വ്യൂ ആണ് ഈ വരച്ചേക്കുന്നത്. എന്താണ്? ഈ ഒരു ടോപ്പ് സൈഡ് നോക്കുമ്പോഴുള്ള വ്യൂ ആണ്. സോ ഈ ഒരു സൈഡ് വ്യൂ അല്ലെങ്കിൽ ഈ ഒരു പ്ലെയിനെ ഞാൻ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ, എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ മേക്ക് ആൻ ആംഗിൾ വിത്ത് ദ ഫ്രീ സർഫസ്. ദാറ്റ് ആംഗിൾ ഈസ് കാൾഡ് തീറ്റ. ഓക്കെ, ദെൻ നമ്മളൊരു ആക്സിസ് വരച്ചിട്ടുണ്ട് അല്ലേ, ഒരു പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസ് വരച്ചിട്ടുണ്ട് അല്ലേ. നമ്മുടെ പ്ലെയിൻ പ്രൊജക്റ്റ് ചെയ്യുന്നത് ഫ്രീ സർഫസിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് O എന്ന പോയിന്റിൽ നിന്ന് നമ്മൾ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ആക്സ് വരച്ചിട്ടുണ്ട് OO. ഈ ആക്സിസിൽ നിന്നും നമ്മൾ ഡിസ്റ്റൻസുകൾ മെഷർ ചെയ്യുന്നുണ്ട്. ആ ആക്സിസിൽ നിന്ന് മെഷർ ചെയ്യുന്ന ഡിസ്റ്റൻസുകളാണ് Y ബാറും Y സ്റ്റാറും.
ഓക്കെ. സോ ഈ ഒരു ആക്സിസിൽ നിന്ന് നമ്മൾ ഡിസ്റ്റൻസ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഒരു സ്ട്രിപ്പ് നമുക്ക് ഇവിടെ ഫോം ചെയ്യാൻ പറ്റൂ, അതായത് നമുക്ക് ഇവിടെ കാണാൻ കഴിയുള്ളൂ ഈ സ്ട്രിപ്പ് ഒക്കെ. സോ അതുകൊണ്ടാണ് ഈ ഒരു ആക്സിസ് മേക്ക് ചെയ്തേക്കുന്നത്. സോ ആ ആക്സിസിൽ നിന്ന് നമുക്ക് എച്ച് ബാർ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് വൈ ബാർ. സോ എച്ച് ബാർ എവിടെയാണ്? ഒ എന്ന് പറയുന്ന പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസിൽ നിന്ന് വൈ ബാർ ഡിസ്റ്റൻസിലാണ് നമ്മുടെ സെന്റർ ഓഫ് ഗ്രാവിറ്റി. അതുപോലെ നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്ന സെന്റർ ഓഫ് പ്രഷർ അല്ലെങ്കിൽ എച്ച് സ്റ്റാർ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എത്രയാണ്? വൈ സ്റ്റാർ ഡിസ്റ്റൻസ് ഫ്രം ഒ ആക്സിസ്. ഒ ആക്സിസിൽ നിന്ന് വൈ സ്റ്റാർ ഡിസ്റ്റൻസിലാണ് എന്ത്? സെന്റർ ഓഫ് പ്രഷർ ആയിട്ടുള്ള പി. ഓക്കെ. ദെൻ നമ്മൾ എന്ത് ചെയ്യും? ഒരു പാരലൽ ആയിട്ടുള്ള ഒരു സ്ട്രിപ്പ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ. ദാറ്റ് സ്ട്രിപ്പ് ആക്ച്വലി ഈ ഒരു പോർഷനിലാണ് വരുന്നത്. പക്ഷെ നമ്മളിവിടെ കാണിക്കുന്നത് എന്താണ്? ഈ ഒരു വ്യൂവിൽ കാണാൻ വേണ്ടി നമ്മൾ വരയ്ക്കുമ്പോൾ ഇവിടെ ആയിട്ടായിരിക്കും വരുന്നത്. സോ ദിസ് സ്ട്രിപ്പ് ഈസ് എ പാരലൽ സ്ട്രിപ്പ്. നമ്മുടെ ഫ്രീ സർഫസിന് പാരലൽ ആയിട്ടുള്ള സ്ട്രിപ്പാണ്. ആ സ്ട്രിപ്പ് എത്ര ഡിസ്റ്റൻസിലാണ്? ആക്ച്വലി എച്ച് ഡിസ്റ്റൻസിലാണ് ഫ്രം ദി ഫ്രീ സർഫസ്. ബട്ട് നമ്മൾ എന്താണ് ഈ ഒരു പെർപെൻഡിക്കുലർ ആക്സിസിൽ നിന്ന് ആക്കി പറയുമ്പോൾ it will be y distance from the OO axis. Okay, y distance ആയിരിക്കും. Then the thickness of the strip is dy. Okay, so area എന്തായിരിക്കും? area of the strip is assumed as area dA നമ്മൾ assume ചെയ്യുന്ന area. So നമ്മുടെ plane of the surface നമ്മൾ produce ചെയ്ത് കഴിഞ്ഞാൽ it will meet the free surface of the liquid at O. Then OO is the axis perpendicular to the plane of the surface. ആ plane surface നമ്മൾ perpendicular ആയിട്ട് വരയ്ക്കുന്നതാണ് OO എന്ന് പറയുന്ന ആക്സിസ്. ആക്സിസ് എന്തിനാണ് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാക്കും. Then y bar is the distance of center of gravity of inclined surface from OO എന്ന് പറയുന്ന ആക്സിസ് അല്ലെ, ന്യൂ ആയിട്ട് വരച്ച പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസ് എന്നുള്ള സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് y bar. Y star is the distance to the center of pressure from the axis OO. Then consider a small strip of area dA. ഇപ്പോൾ dA ഏരിയ ഉള്ള അല്ല സ്മോൾ ഒരു എലമെന്റൽ ഏരിയ, ഒരു പാരലൽ സ്ട്രിപ്പ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു അറ്റ് എ ഡെപ്ത് h ഫ്രം ദി ഫ്രീ സർഫസ്. ഫ്രീ സർഫസിൽ നിന്ന് h ഡിസ്റ്റൻസിൽ. ഓക്കെ. ആൻഡ് അറ്റ് എ ഡിസ്റ്റൻസ് y ഫ്രം ദി ആക്സിസ് O ഇന്ന് y ഡിസ്റ്റൻസിലും ഫ്രീ സർഫസിൽ നിന്ന് h ഡിസ്റ്റൻസിലുമായിട്ട് നമ്മളൊരു സ്ട്രിപ്പ് കൺസിഡർ ചെയ്യുന്നു. ആ സ്ട്രിപ്പിൽ ആക്ട് ചെയ്യുന്ന ഇന്റൻസിറ്റി ഓഫ് പ്രഷർ എത്രയായിരിക്കും? പ്രഷർ ഇന്റൻസിറ്റി ഓൺ ദ സ്ട്രിപ്പ് വിൽ ബി P is equal to rho GH. നമുക്കറിയാം h ഡിസ്റ്റൻസിലാണ് ഫ്രീ സർഫസിൽ നിന്ന്, സോ rho GH ആയിരിക്കും. ദെൻ പ്രഷർ ഫോഴ്സ് ഓൺ ദി സ്ട്രിപ്പ്, ആ സ്ട്രിപ്പിലുള്ള പ്രഷർ ഫോഴ്സ് നമുക്കറിയാം. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? നമുക്ക് ഇന്റൻസിറ്റി ഓഫ് പ്രഷർ അറിയാം, ഏരിയ ഓഫ് ദി സ്ട്രിപ്പ് dA ആണെന്ന് അറിയാം. സോ ഡെഫിനറ്റ്ലി pressure force dF acting on the small elemental strip will be equal to dF is equal to pressure, intensity of pressure into area of strip, that is rho GH into dA. Okay, so the intensity of pressure is rho GH. So pressure force dF on the strip will be dF is equal to intensity of pressure into area of strip, that is rho GH into dA. So if you want to calculate the total pressure force on the whole area, നമ്മൾ എന്ത് ചെയ്യും? ഇന്റഗ്രേറ്റ് F is equal to capital F is equal to integral dF over the area, that is integral rho GH into dA. Integral rho GH into dA, that is നമ്മൾ ഈ സ്മോൾ സ്ട്രിപ്പിലുള്ള ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നു, എന്നിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ ഫോഴ്സ് കിട്ടും. സോ നമുക്ക് ഇക്വേഷനകത്ത് ഒരു എന്താ പറയുക എച്ച് ഡി എ, ഇൻ്റഗ്രൽ എച്ച് ഡി എ അതിനകത്തുണ്ട്, റോ ജി എച്ച് ഇൻറ്റു ഡി എന്നാണ്. സോ എച്ച് ഈസ് ദി ഡിസ്റ്റൻസ് ഫ്രം ദി ഫ്രീ സർഫസ് ടു ദി സ്ട്രിപ്പിലേക്കുള്ള ഡിസ്റ്റൻസ് ഫ്രം ദി ഫ്രീ സർഫസ് ആണ്. ദെൻ വി വാണ്ട് ടു കൺവേർട്ട് ഇറ്റ് ഇൻറ്റു വൈ. നമുക്കതിനെ വൈയിലേക്ക് കൺവേർട്ട് ചെയ്യണം, അതായത് നമ്മുടെ ആക്സിസ് ഒ ആക്സിസിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഫോർ ദാറ്റ് നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ആംഗിൾ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ. സോ ഇതൊരു സൈഡാണ് അല്ല, ഇത് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ട്രയാങ്കിൾ പോലെ നമുക്ക് കാണാൻ പറ്റും. എച്ച് ബാർ ഇത്രയും നമുക്ക് കാണാം, ഒരു ട്രയാങ്കിൾ ആയിട്ട് കാണാൻ പറ്റില്ല. എന്ത് ട്രയാങ്കിൾ ആണ്? ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണത്. സോ അതുപോലെ എച്ച് സ്റ്റാറിൻ്റെ അവിടെ നമ്മൾ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ
ഇതും ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ഇങ്ങനെ വരുന്നു, ഇങ്ങനെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ഓക്കെ, സോ നമുക്കറിയാം ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ നമുക്കൊരു ആംഗിൾ അറിയാമെങ്കിൽ നമുക്ക് സൈൻ തീറ്റ കാൽക്കുലേറ്റ് ചെയ്യാം അല്ലെ. സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു എപ്പോഴും എന്തായിരിക്കും? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് അല്ലെ. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ ഈ ആംഗിൾ ആണ് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആംഗിൾ. സോ അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡാണ് ഹൈപ്പോട്ടന്യൂസ്. ഇതാണ് നമ്മുടെ കൺസിഡർ ചെയ്യുന്ന ആംഗിൾ. സോ ഇതിന് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ സൈൻ തീറ്റ ഈക്വൽ ടു എന്തായിരിക്കും? എച്ച് ബാർ ഡിവൈഡഡ് ബൈ എന്തായിരിക്കും? വൈ ബാർ ആയിരിക്കും. സോ അതുപോലെ എച്ച് സ്റ്റാർ ഡിവൈഡഡ് ബൈ വൈ സ്റ്റാർ ആയിരിക്കും. അതുപോലെ നമ്മൾ ഈ സ്ട്രിപ്പിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് എച്ച് എങ്കിൽ അതേ സ്ട്രിപ്പിലേക്കുള്ള ഒ എന്നുള്ള ഡിസ്റ്റൻസ് ആണ് വൈ എങ്കിൽ, സോ ആ ഒരു സ്മോൾ ട്രയാങ്കിൾ നമ്മളിവിടെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ് ആണ്. ആ ട്രയാങ്കിൾ നമുക്ക് സൈൻ തീറ്റ ഈക്വൽ എന്ത് പറയാം? ഇറ്റ് ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ആയിട്ടുള്ള എച്ച് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആയിട്ടുള്ള y. So h by y equal to h bar divided by y bar equal to h star divided by y star equal to എന്തായിരിക്കും? സൈൻ തീറ്റ ആയിരിക്കും. സൈൻ തീറ്റ ഫ്രം ദി റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ്. ഇവിടെ ഒരുപാട് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ് നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റും. സോ ആ ട്രയാങ്കിൾസ് നമുക്ക് അറിയാവുന്നതാണ്. എച്ച് എന്ന് പറയുന്ന സ്ട്രിപ്പിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണല്ലേ. എച്ച് ഡിവൈഡ് ബൈ ഈ ഒരു ഹൈപ്പോട്ടന്യൂസ് ആയിട്ടുള്ള വൈ. എച്ച് ബൈ വൈ ഈക്വൽ ടു എച്ച് ബാർ ഡിവൈഡഡ് ബൈ വൈ ബാർ ഈക്വൽ ടു എച്ച് സ്റ്റാർ ഡിവൈഡ് ബൈ വൈ സ്റ്റാർ ഈക്വൽ ടു എന്തായിരിക്കും? സൈൻ തീറ്റ. സൈൻ തീറ്റ ആയിരിക്കും. അപ്പോൾ ആ ഒരു റിലേഷൻ ആണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. എച്ച് ബൈ വൈ ഈക്വൽ ടു എച്ച് ബാർ ബൈ വൈ ബാർ ഈസ് ഈക്വൽ ടു എച്ച് സ്റ്റാർ ബൈ വൈ സ്റ്റാർ ഈക്വൽ ടു സൈൻ തീറ്റ എന്ന് പറയുന്നത്. സോ ഈ ഒരു റിലേഷൻ എന്ന് നമുക്ക് എന്ത് കിട്ടും? എച്ച് ഇസ് ഈക്വൽ ടു വൈ സൈൻ തീറ്റ എന്ന് എഴുതാം. എച്ച് ഇസ് ഈക്വൽ ടു വൈ സൈൻ തീറ്റ. സോ ഈ ഇന്റഗ്രൽ ഇക്വേഷനിൽ എഫ് ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ എഫ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഡി എഫ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ റോ ജി എച്ച് ഇൻറ്റു ഡി എ. അതിനകത്ത് നമുക്കൊരു എച്ച് ഉണ്ടല്ലോ, ആ എച്ചിന് പകരം നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? y sin theta സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. y sin theta. So f is equal to integral rho g into y sin theta into dA. സോ ഇതിനകത്ത് നമുക്കറിയാം റോ ജി എന്താണ്? റോ ജി ഇസ് എ കോൺസ്റ്റന്റ്. റോ ഇസ് എ കോൺസ്റ്റന്റ്. ഡെൻസിറ്റി ജി 9.81 ഇസ് എ കോൺസ്റ്റന്റ് അല്ലെ. ദെൻ സൈൻ തീറ്റ ഈസ് ആൾസോ എ കോൺസ്റ്റന്റ്. കാരണം എന്താണ്? അത് ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ ആണ്. അതിന്റെ ഇൻക്ലിനേഷൻ ചേഞ്ച് ആവുന്നില്ല. ഇൻക്ലിനേഷൻ കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റ് ഇൻക്ലിനേഷൻ ആണ്. തീറ്റ ഈസ് എ കോൺസ്റ്റന്റ്. സോ സൈൻ തീറ്റ ഒബിയസ്ലി എ കോൺസ്റ്റന്റ്. സോ കോൺസ്റ്റന്റ്സ് എല്ലാം നമ്മൾ എന്ത് ചെയ്യും? ഇന്റഗ്രൽ സൈനിന് പുറത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ റോ ജി ഇൻറ്റു സൈൻ തീറ്റ ഈസ് എ കോൺസ്റ്റന്റ്. അത് നമ്മൾ ഇന്റഗ്രൽ സൈനിന്റെ പുറത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് വരുന്നതാണ് വൈ ഡി എ. ഇന്റഗ്രൽ വൈ ഡി എ. സോ ഇന്റഗ്രൽ വൈ ഡി എ നമുക്ക് നോക്കിയാൽ അറിയാം. ഡി എ ഇസ് എ സ്മോൾ ഏരിയ. വൈ ഇസ് ദി പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ടു ദ ഏരിയ അല്ലെ. ഫ്രം ദി ആക്സിസ് ഒ എന്ന് പറയുന്ന ആക്സിസിൽ നിന്ന് ഡി എ എന്ന് പറയുന്ന ഏരിയയിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. സോ ദിസ് ഇന്റഗ്രൽ വൈ ഡി എ ഈസ് നത്തിങ് ബട്ട് ഫസ്റ്റ് മൊമെന്റ് ഓഫ് ഏരിയ എബൌട്ട് ഒ ആക്സിസ്. ഒ എന്ന് പറയുന്ന പെർപെൻഡിക്കുലർ ആക്സിസിന് വിത്ത് റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ഫസ്റ്റ് മൊമെന്റ് ഓഫ് ഏരിയ ആണ് ഇന്റഗ്രൽ വൈ ഡി എ. സോ ഇന്റഗ്രൽ വൈ ഡി എ നമുക്ക് എന്താണെന്ന് അറിയാം. ഇറ്റ് വിൽ ബി ഈക്വൽ ടു ഏരിയ ഇൻറ്റു വൈ ബാർ, ഡിസ്റ്റൻസ് ടു ദ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഫ്രം ദി ആക്സിസ് അല്ലേ. സോ ഇന്റഗ്രൽ വൈ ഡി എ അല്ലെങ്കിൽ ഫസ്റ്റ് മൊമെന്റ് ഓഫ് ഏരിയ എപ്പോഴും ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് ടു ദി സെൻട്രോയിഡ് അല്ലെങ്കിൽ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഫ്രം ദി ആക്സിസ് കൺസിഡേർഡ് അല്ലെ. ആക്സിസ് കൺസിഡേർഡ്. സോ where y bar is the distance of center of gravity from the axis. So ഇത് നമുക്ക് ആൾറെഡി അറിയാവുന്നതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ദെൻ സോ നമുക്കറിയാം എ ഇൻറ്റു വൈ ബാർ ആണ്. സോ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇന്റഗ്രൽ വൈ ഡിക്ക് വരെ നമുക്ക് എന്ത് കൊടുക്കാം? വൈ ബാർ ഇൻറ്റു എ. സോ ഫൈനലി നമുക്കറിയാം വൈ ബാർ ഇൻറ്റു സൈൻ തീറ്റ. വൈ ബാർ ഇൻറ്റു സൈൻ തീറ്റ എന്തായിരിക്കും? വൈ ബാർ ഇൻറ്റു സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? എച്ച് ബാർ. എച്ച് ബാർ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? വൈ ബാർ സൈൻ തീറ്റ. എച്ച് ബാർ ഇസ് ഈക്വൽ ടു വൈ ബാർ സൈൻ തീറ്റ ആണ്. സോ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെയുള്ള സൈൻ തീറ്റ ഇൻറ്റു വൈ ബാറിന് പകരം എന്ത് കൊടുക്കും? എച്ച് ബാർ എന്ന് കൊടുക്കും. സോ ഫൈനലി വാട്ട് വി വിൽ ഗെറ്റ്? എഫ് ഇസ് ഈക്വൽ ടു റോ ജി എ ഇൻറ്റു എച്ച് ബാർ. റോ ജി എ ഇൻറ്റു എച്ച് ബാർ. ഈ ഇക്വേഷൻ മുന്നേ കണ്ടിട്ടുണ്ട് നമ്മൾ അല്ലെ. സെയിം ഇക്വേഷൻ ആണ് വരുന്നത്. എഫ് ഇസ് ഈക്വൽ ടോട്ടൽ പ്രഷർ ഫോഴ്സ് ഈക്വൽ ടു റോ ജി ഇൻറ്റു എ എച്ച് ബാർ. റോ ജി ഇൻറ്റു എ എച്ച് ബാർ. സോ നെക്സ്റ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് സെന്റർ ഓഫ് പ്രഷർ ആണ്. എച്ച് സ്റ്റാർ.
സോ സെൻറ്റർ ഓഫ് പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ്സ് യൂസ് ചെയ്തിട്ടാണ് കമ്പോണൻസിന്റെ മൊമെന്റ്സിന്റെ സം വിൽ ബി ഈക്വൽ ടു ദി റിസൾട്ടന്റിന്റെ മൊമെന്റ് അല്ലെ. സോ നമുക്കറിയാം ഡി എഫ് എന്ന് പറയുന്നത് കമ്പോണന്റ് ആണ്. നമ്മുടെ റിസൾട്ടന്റ് ആയിട്ടുള്ള ടോട്ടൽ പ്രഷർ ഫോഴ്സിന്റെ ഒരു കമ്പോണന്റ് മാത്രമാണ് ഡി എഫ് എന്ന് പറയുന്ന സ്മോൾ ഫോഴ്സ്. അത് നമുക്കറിയാം റോ ജി എച്ച് ഇൻറ്റു ഡി എ ആണ്. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു റോ ജി ഇൻറ്റു എച്ചിന് വരെ നമുക്ക് വൈ ഡി എന്ന് കൊടുക്കാം, വൈ സൈൻ തീറ്റ എന്ന് കൊടുക്കാം. സോ റോ ജി വൈ സൈൻ തീറ്റ ഇൻറ്റു ഡി എ. സോ മൊമെന്റ് ഓഫ് ഫോഴ്സ് ഡി എഫ് എബൌട്ട് ആക്സിസ് ഒ. അപ്പോൾ ഒ എന്ന് പറയുന്ന ആക്സിന് വിത്ത് റെസ്പെക്ട് ആയിട്ട് നമ്മൾ മൊമെന്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം മൊമെന്റ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. സോ ഫോഴ്സ് ഡി എഫ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എപ്പോഴും എന്തായിരിക്കും? വൈ ആയിരിക്കും. അല്ല, ഏത് ആക്സിൽ നിന്നാണ് എടുക്കുന്നത്? ഒ എന്ന് പറയുന്ന ആക്സിൽ നിന്നാണ്. സോ ഇറ്റ് ഈസ് വൈ. സോ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ റോ ജി വൈ ഇൻറ്റു സൈൻ തീറ്റ ഇൻറ്റു ഡി എന്ന് വരും, ഇൻറ്റു വൈ എന്ന് വരും. സോ ഈസ് ഈക്വൽ ടു എന്താണ്? റോ ജി സൈൻ തീറ്റ ഇൻറ്റു വൈ സ്ക്വയർ ഡി എ. റോ ജി സൈൻ തീറ്റ ഇൻറ്റു വൈ സ്ക്വയർ ഡി എന്ന് വരും. സോ നമുക്കറിയാം ഇതുപോലെ ഡിഫറെൻറ്റ് സ്ട്രിപ്പുകളുണ്ട്. ഓരോ സ്ട്രിപ്പിലുള്ള ഡി എഫ് കണ്ടുപിടിച്ചതിന് ശേഷം അതിനെ എന്ത് ചെയ്താൽ മതി? അതിൻ്റെ മൊമെൻ്റ് എടുത്ത് എല്ലാ മൊമെൻറ്റും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് റിസൾട്ടൻറ്റിൻ്റെ മൊമെൻ്റ് കിട്ടും. റിസൾട്ടൻറ്റ് മീൻസ് റിസൾട്ടൻറ്റ് ഫോഴ്സ് ക്യാപിറ്റൽ എഫ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ടു ദി ആക്സിസ്, ദാറ്റ് ഈസ് എഫ് ഇൻറ്റു വൈ സ്റ്റാർ. അതാണ് എന്ത്? റിസൾട്ടൻറ്റ് ഫോഴ്സിന്റെ അല്ലെങ്കിൽ ടോട്ടൽ ഫോഴ്സിന്റെ മൊമെന്റ്. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും? സം ഓഫ് ദി കമ്പോണൻസ് അല്ലെ, സം ഓഫ് ദി മൊമെന്റ്സ് ഓഫ് ദി കമ്പോണൻസ് മേക്ക് ചെയ്യുന്ന മൊമെന്റ്സിന്റെ സം ആയിരിക്കും. സോ ആ കമ്പോണൻസ് മേക്ക് ചെയ്യുന്ന മൊമെന്റ്സിന്റെ സം അല്ലെ ഓരോന്നായിട്ട് ആഡ് ചെയ്യുന്നതിന് പകരം നമ്മൾ ചെയ്യുന്നതാണെന്ത്? ഇന്റഗ്രേഷൻ. സോ നമ്മൾ എന്ത് ചെയ്യാം? ഒരു സ്മോൾ ഡി എഫിന് എത്ര മൊമെന്റ് ഉണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്തു. ഇറ്റ് വിൽ ബി ഇന്റഗ്രേറ്റഡ് ഓവർ ദി ഏരിയ. ഇന്റഗ്രൽ റോ ജി സൈൻ തീറ്റ ഇൻറ്റു വൈ സ്ക്വയർ ഡി എ. നമുക്കറിയാം റോ ജി സൈൻ തീറ്റ ഇസ് എ കോൺസ്റ്റന്റ്, നമ്മൾ ആൾറെഡി കണ്ടതാണ്. റോ എന്താണ്? ഡെൻസിറ്റി ആണ് ഫോർ എ സെയിം ഫ്ലൂയിഡ്. റോ വിൽ ബി കോൺസ്റ്റന്റ്. ജി എന്താണ്? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഇറ്റ് വിൽ ബി കോൺസ്റ്റന്റ് അല്ലെ. എർത്തിന്റെ റേഡിയസ് സെയിം ആണെങ്കിൽ അവിടെ കോൺസ്റ്റന്റ് ആയിരിക്കും. സൈൻ തീറ്റ ഈസ് കോൺസ്റ്റന്റ്, സോ സൈൻ തീറ്റ ആൾസോ കോൺസ്റ്റന്റ്. സോ നമ്മൾ എന്ത് ചെയ്യും? ഇന്റഗ്രൽ സൈനിന്റെ പുറത്ത് നമുക്ക് എടുക്കാം. കോൺസ്റ്റന്റ് വാല്യൂസ് ആർ ടേക്കൺ ഔട്ട്സൈഡ് ദി ഇന്റഗ്രൽ സിമ്പിൾ. ദെൻ റിമൈനിങ് ക്വാണ്ടിറ്റി എന്താണ്? ഇന്റഗ്രൽ വൈ സ്ക്വയർ ഡി എ. നമുക്കറിയാം ഇന്റഗ്രൽ വൈ സ്ക്വയർ ഡി എ എന്താണെന്ന് അറിയാം. സെക്കൻഡ് മൊമെന്റ് ഓഫ് ഏരിയ ആണ്. സെക്കൻഡ് മൊമെന്റ് ഓഫ് ഏരിയ ഈസ് ഇന്റഗ്രൽ വൈ സ്ക്വയർ ഡി എ. അത് എന്താണെന്ന് നമുക്കറിയാം. ഇറ്റ് ഈസ് ഈക്വൽ ടു ദി moment of inertia. Second moment of area is nothing but moment of inertia of the surface about OO. Moment of inertia of the surface ആണ്. അപ്പോൾ ഏത് ആക്സിനാണോ നമ്മൾ ആ വൈ സ്ക്വയർ അല്ലെങ്കിൽ വൈ മെഷർ ചെയ്യുന്നത്, ആ ആക്സിന് വിത്ത് റെസ്പെക്ട് ആയിട്ടുള്ള moment of inertia of the surface about OO axis, that is we call as I0. So അതിന് I0 എന്ന് എടുക്കുന്നുണ്ട്. സോ സം ഓഫ് ദി മൊമെന്റ്സ് ഓഫ് ആൾ ഫോഴ്സസ് എബൌട്ട് OO എന്തായിരിക്കും? അപ്പോൾ നമുക്ക് ഈ I0 നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? റോ ജി സൈൻ തീറ്റ ഇൻറ്റു I0. അപ്പോൾ അതാണെന്ത്? സം ഓഫ് മൊമെന്റ്സ് ഓഫ് ആൾ ദി ഫോഴ്സസ്. ദാറ്റ് വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും? ദി റിസൾട്ടന്റ് ഫോഴ്സിന്റെ മൊമെന്റ് അല്ലെ, ദി മൊമെന്റ് ഓഫ് ദി റിസൾട്ടന്റ് ഫോഴ്സിന് ഇക്വലന്റ് ആയിരിക്കും. സോ എഫ് ഇൻറ്റു വൈ സ്റ്റാർ അതിന് ഇക്വലന്റ് ആയിരിക്കും എന്ത്? റോ ജി സൈൻ തീറ്റ ഇൻറ്റു I0. സോ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അതിൽ വൈ സ്റ്റാർ എന്താണ്? വൈ സ്റ്റാർ ഈസ് ദി ഡിസ്റ്റൻസ് ഓഫ് സെന്റർ ഓഫ് പ്രഷർ ഫ്രം OO. അപ്പോൾ വൈ സ്റ്റാർ എന്താണ്? സെന്റർ ഓഫ് പ്രഷറിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ഫ്രം ദി ആക്സിസ് OO. സോ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എഫ് ഇൻറ്റു വൈ സ്റ്റാർ ഈക്വൽ ടു റോ ജി സൈൻ തീറ്റ ഇൻറ്റു I0 ആണ്. നമുക്ക് എന്താ വേണ്ടത്? വൈ സ്റ്റാർ ആണ്. വൈ സ്റ്റാർ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? F1 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? റോ ജി സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ റോ ജി സൈൻ തീറ്റ I0 ഡിവൈഡ് ബൈ എഫ്. സോ അതിനകത്ത് നമുക്ക് കിട്ടും. സോ അതിനകത്ത് രണ്ട് വാല്യൂസ് നമുക്ക് അറിയാം. സോ വൈ സ്റ്റാർ എപ്പോഴും എന്തായിരിക്കും? എച്ച് സ്റ്റാർ ബൈ സൈൻ തീറ്റ ആയിരിക്കും അല്ലേ. വൈ സ്റ്റാർ ഈക്വൽ ടു എച്ച് സ്റ്റാർ ബൈ സൈൻ തീറ്റ ആണ്. ദെൻ ക്യാപിറ്റൽ എഫ് ആൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു. ടോട്ടൽ ഫോഴ്സ് ഈക്വൽ ടു റോ ജി ഇൻറ്റു എ എച്ച് ബാർ ആണ്. ഇത് രണ്ടും നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് I0യുടെ വാല്യൂ നമുക്ക് അറിയാലോ. I0 ഈസ് ദി moment of inertia of the surface about OO axis. So by parallel axis theorem നമുക്കറിയാം that will be equal to
ഐ ജി പ്ലസ് അല്ലെ സെൻട്രോയിഡിൽ കൂടി അല്ലെങ്കിൽ സെൻട്രോ ഗ്രാവിറ്റി കൂടെ പാസ് ചെയ്യുന്ന പാരലൽ ആയിട്ടുള്ള ഒരു ആക്സിസ്, അതിന് വിത്ത് റെസ്പെക്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ് ഐ ജി പ്ലസ് എ വൈ ബാർ സ്ക്വയർ ആയിരിക്കും അല്ലെ. ഐ ജി പ്ലസ് എ വൈ ബാർ സ്ക്വയർ ആയിരിക്കും. പാരലൽ ആക്സിസ് തിയറം, ബൈ പാരലൽ ആക്സിസ് തിയറം moment of inertia about an axis parallel to the centroidal axis will be equal to the sum of the moment of inertia about centroid or centrogravity plus area into y bar, that is distance between the centroidal axis and the considering axis. It's y bar square. അതിന് ഈക്വൽ ആയിരിക്കും. സോ ഐ ജി ഈസ് ഈക്വൽ ടു ഐ ജി പ്ലസ് എ വൈ ബാർ സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, I0 ആയിരിക്കും. സോ ഇത് നമ്മൾ പാരലൽ ആക്സിസ് തിയറത്തിൽ കണ്ടതാണ്. സോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, ഐ ജി എന്ന് പറയുന്നത് സെൻട്രോയിഡിൽ കൂടി പാസ് ചെയ്യുന്ന ഒരു ആക്സിസ് ആണ്. ദാറ്റ് ഷുഡ് ബി പാരലൽ ടു ദി രണ്ടാമത്തെ ഒ എന്ന് പറയുന്ന ആക്സിസ്. ഓക്കെ, സോ I0 എന്ന് പറയുന്നത് എന്താണ്, മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ഒ ആക്സിസ്. So that will be equal to moment of inertia of the surface about an axis parallel to O and passing through the center of gravity plus എന്തായിരിക്കും എ വൈ ബാർ സ്ക്വയർ. അല്ലെ എ എന്താണ്, ഏരിയ ആണ്. വൈ ബാർ എന്ന് പറയുന്നത് എന്താണ്, സെന്റർ ഓഫ് ഗ്രാവിറ്റിയിൽ നിന്ന് ഒ എന്ന് പറയുന്ന ആക്സിസിലേക്കുള്ള ഡിസ്റ്റൻസ്, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് വൈ ബാർ, അതിന്റെ സ്ക്വയർ. അപ്പോൾ എ വൈ ബാർ സ്ക്വയർ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, I0 കിട്ടും. നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, I0ക്ക് പകരം ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ 3 things we are going to substitute. Y സ്റ്റാറിന് പകരം H സ്റ്റാർ ബൈ സൈൻ തീറ്റ, എഫിന് പകരം നമ്മൾ എന്ത് കൊടുക്കും, റോ ജി എ എച്ച് ബാർ, ദെൻ I0ക്ക് പകരം ഐ ജി പ്ലസ് എ വൈ ബാർ സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ, so substituting these 3 values we will get H star by sin theta is equal to rho g sin theta divided by rho g a h bar into ig plus a y bar square. So ഇതിനകത്ത് നമുക്ക് റോ ജി ക്യാൻസൽ ചെയ്ത് കളയാം. ദെൻ ദിസ് സൈൻ തീറ്റ നമുക്ക് ഈ സൈഡിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ സൈൻ സ്ക്വയർ തീറ്റ ആവും. സോ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡ് ബൈ എ എച്ച് ബാർ ആകും. റിമൈനിങ് ഈസ് ഐ ജി പ്ലസ് എ വൈ ബാർ സ്ക്വയർ. So H star is equal to sin square theta divided by AH bar into IG plus A Y bar square. So നമുക്കറിയാം H bar by Y bar is equal to sin theta ആണെന്ന് അറിയാം. So Y bar will be equal to എന്തായിരിക്കും, H bar by sin theta. Y bar is equal to H bar by sin theta. So Y bar square എന്തായിരിക്കും, H bar square divided by sin square theta. H bar square divided by sin square theta. അത് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ H star equal to sin square theta divided by H bar into IG plus A into H bar square divided by sin square theta. നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വാല്യൂ നമുക്ക് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ H star is equal to IG sin square theta divided by AH bar plus എച്ച് ബാർ എന്ന് വരും, പ്ലസ് എച്ച് ബാർ എന്ന് വരും. സോ ഇതിനകത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, എ ക്യാൻസൽ ആയി പോകും, ഒരു എച്ച് ബാറും ക്യാൻസൽ ആയി പോകും, സൈൻ സ്ക്വയർ തീറ്റ ക്യാൻസൽ ആയി പോകും. സോ ഒരു സെക്കൻഡ് ടൈമിൽ എച്ച് ബാർ മാത്രമേ കാണുള്ളൂ. സോ എച്ച് സ്റ്റാർ വിൽ ബി എന്തായിരിക്കും, ആൾവേസ് ഗ്രേറ്റർ ദാൻ എ വാല്യൂ അല്ലെ, ഗ്രേറ്റർ ദാൻ സം വാല്യൂ. സോ ദിസ് ക്വാണ്ടിറ്റി ആൾവേസ് വിൽ ബി പോസിറ്റീവ്. സോ എച്ച് ബാറിന് എപ്പോഴും താഴെ ആയിരിക്കും എച്ച് സ്റ്റാർ വരിക. എച്ച് ബാറിനെക്കാട്ടിയും കൂടുതലായിരിക്കും എന്ത്, എച്ച് സ്റ്റാർ. സെൻട്രൽ പ്രഷർ വിൽ ബി ആൾവേസ് ഡൗൺ അല്ലെ. ഈ ഒരു കേസിലും എച്ച് ബാറിനെക്കാട്ടി സെന്റർ ഓഫ് ഗ്രാവിറ്റിയെക്കാട്ടിയും കുറച്ചുകൂടി താഴെ ആയിരിക്കും എന്ത്, സെന്റർ ഓഫ് പ്രഷർ വരുന്നത്. കാരണം എന്താണ്, ഈ ഒരു ക്വാണ്ടിറ്റി ഐ ജി സൈൻ സ്ക്വയർ തീറ്റ, ഐ ജി ഒരിക്കലും നെഗറ്റീവ് ആവില്ല, സൈൻ സ്ക്വയർ തീറ്റ ഒരിക്കലും നെഗറ്റീവ് ആവില്ല, ഏരിയ ഒരിക്കലും നെഗറ്റീവ് ആവില്ല, എച്ച് ബാർ നെഗറ്റീവ് അല്ല. സോ അതുകൊണ്ട് എന്ത് ചെയ്യും, ഈ ഒരു ക്വാണ്ടിറ്റി എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. സോ എച്ച് ബാറിനെക്കാട്ടിയും കൂടുതലായിരിക്കും എന്ത്, എച്ച് സ്റ്റാർ. സോ ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ സെന്റർ ഓഫ് പ്രഷർ ഫോർ ആൻ ഇൻക്ലൈൻഡ് സർഫസ്. ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു ആർബിട്രറി സർഫസിലുള്ള സെന്റർ ഓഫ് പ്രഷർ എച്ച് സ്റ്റാർ വിൽ ബി ഐ ജി സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡ് ബൈ എച്ച് ബാർ പ്ലസ് എച്ച് ബാർ. നമുക്കറിയാം ഐ ജി ബൈ എച്ച് ബാർ പ്ലസ് എച്ച് ബാർ ആയിരുന്നു നമ്മുടെ നേരത്തെ ഇക്വേഷൻ. അതിനോട് സൈൻ സ്ക്വയർ തീറ്റ കൂടി വന്നതേ ഉള്ളൂ.